നമസ്കാരം. ശങ്കരാചാര്യരുടെ സൗന്ദര്യലഹരി ജപിച്ച് ധനം, സമ്പത്ത് ഇവ വർദ്ധിപ്പിക്കാം. ശ്രീ ശങ്കരാചാര്യ വിരചിതമായ സൗന്ദര്യലഹരി ദേവീ ഭക്തന്മാർക്ക് പ്രിയങ്കരമാണ്. 100 ശ്ലോകങ്ങളുള്ളതാണ് സൗന്ദര്യലഹരിയിലെ ഓരോ ശ്ലോകവും മന്ത്രാക്ഷരബദ്ധമാണ്. ഇതിലെ ഓരോ ശ്ലോകവും സിദ്ധിക്കായിട്ട്, ഓരോ കാര്യസിദ്ധിക്കായിട്ട് ഉപയോഗിച്ചു വരുന്നുണ്ട്. നിത്യപാരായണത്തിന് സൗന്ദര്യലഹരി ഉത്തമമാണ് എന്ന് വിചാരിച്ച് 100 ശ്ലോകങ്ങളുള്ള സൗന്ദര്യലഹരി നിത്യപാരായണം ചെയ്താൽ പിന്നെ അത്യുത്തമം തന്നെയാണ്. പക്ഷെ അതിന് സാധിക്കില്ല എന്നുള്ളത് കൊണ്ട് ഇതിലെ ഓരോ ശ്ലോകങ്ങളും നിത്യേന ജപിക്കുന്നതും ഓരോ കാര്യസിദ്ധിക്ക് ഉത്തമമാണ്. ഈ സൗന്ദര്യലഹരിയിലെ ഓരോ ശ്ലോകങ്ങൾക്കും ഓരോ കാര്യസിദ്ധിയാണ് പറയുന്നത്. സാധാരണ ഒരു നാമജപം കൊണ്ട് ചിലപ്പോൾ നമ്മളൊരു മോക്ഷമായിരിക്കാം, ഒരു അഭീഷ്ടസിദ്ധി ആയിരിക്കാം. പക്ഷെ സൗന്ദര്യലഹരിയില് ശ്രീ ശങ്കരാചാര്യർ വിരചിതമായ സൗന്ദര്യലഹരിയില് ഓരോ ശ്ലോകങ്ങൾക്കും ഓരോ കാര്യസിദ്ധിയാണ്. ഇപ്പൊ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് വിദ്യയാണ് കൂടുതൽ പ്രൊമോട്ട് ചെയ്യേണ്ടത്, വിദ്യയ്ക്ക് ഉന്നതമായ നേട്ടമാണ് വേണ്ടതെങ്കിൽ അതിൽ 65ാമത്തെ ശ്ലോകം നമുക്ക് ധനസമ്പാദനം, ധനത്തില് കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ദാരിദ്ര്യമാണ് ധനത്തില് എങ്കിൽ ധനം വരാനായിട്ടാണെങ്കിൽ നമുക്ക് എന്താണ് അതില് 33ാമത്തെ 23ാമത്തെ ശ്ലോകം കുടുംബത്തിൽ ഗ്രഹ ഐശ്വര്യത്തിന് വേണ്ടി എന്തെങ്കിലും തമ്മിൽ വഴക്ക് കലഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, പിന്നെ നമുക്ക് കേസ് വ്യവഹാരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, ഇങ്ങനെ ഓരോ കാര്യങ്ങൾക്കും നമ്മൾ ഓരോ ശ്ലോകങ്ങള് കാര്യസിദ്ധിയായിട്ട് എടുത്ത് ഓരോ തവണ ജപിക്കുമ്പോൾ അതിനത്രയും ഫലസിദ്ധി കിട്ടും. ഒരു ഉപദേശം അനുസരിച്ച് ദേവി മഹാത്മ്യത്തിലുള്ള പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയാണ് ദേവി. അതുകൊണ്ട് തന്നെ അമ്മയായിട്ട് ദേവി ഉള്ളത് കൊണ്ട് നമുക്ക് അവിടെ ഒരു ഗുരുവിന്റെ ആവശ്യം വരുന്നില്ല. നമുക്ക് തന്നെ അമ്മയെ ഗുരുവാക്കിയത് പാരായണം തുടങ്ങാം. എപ്പോൾ വേണമെങ്കിലും പാരായണം ആവാം. ദേവി മഹാത്മ്യം 41 ദിവസം പാരായണം ചെയ്താൽ നമ്മളുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിക്കും. പക്ഷെ ഇവിടെ ഒരു ഗുരുപദേശം അനുസരിച്ച് അത് ചെയ്യുകയോ അല്ലെങ്കിൽ ഉത്തമനായ ഒരു പുരോഹിതനെ കൊണ്ടോ ഒരു കർമ്മിയെ കൊണ്ടോ അർച്ചന പൂജാദികളൊക്കെ കഴിച്ച് ജപിച്ച് നമ്മൾ അതിന്റെ യന്ത്രങ്ങളും പറയുന്നുണ്ട്. ചില ഇതിന് ശങ്കരാചാര്യ വിരചിതമായ യന്ത്രങ്ങളും ഇപ്പൊ നവഗ്രഹ ദോഷങ്ങൾക്ക് സൗന്ദര്യലഹരിയിലെ ശ്ലോകങ്ങൾ വെച്ച് നവഗ്രഹ പൂജ ചെയ്ത് അത് യന്ത്രമായിട്ട് നമ്മൾ ശരീരത്തിൽ ധരിക്കുകയൊക്കെ ചെയ്ത നവഗ്രഹ ദോഷങ്ങൾ മാറും. അപ്പോൾ അങ്ങനെ പൂജിച്ച് ജപിച്ച് കാര്യസിദ്ധി നമുക്ക് നേടാൻ സാധിക്കും. ഇപ്പോ ശങ്കരാചാര്യരുടെ സൗന്ദര്യലഹരിയിലെ 1ാമത്തെ ശ്ലോകം പാരായണം ചെയ്യുകയാണെങ്കിൽ ഐശ്വര്യം, ദുരിതമോചനം, അതുപോലെ 7ാമത്തെ ശ്ലോകത്തിലൂടെ നമുക്ക് ശത്രുക്കളെ ജയിക്കാം. ഇപ്പോൾ വല്ലാതെ ശത്രുക്കളെ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല എന്ന് വന്നാൽ 7ാമത്തെ ശ്ലോകം എല്ലാ ദിവസവും ഒരു 36 തവണ, എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരം 36 തവണ നമ്മൾ പാരായണം ചെയ്യാം. അപ്പോൾ 7ാമത്തെ ശ്ലോകത്തിലൂടെ നമുക്ക് ശത്രുക്കളുടെ ജയം, അധികാരികളുടെ ആനുകൂല്യം, ജോലിയൊക്കെ ചെയ്യുന്നിടത്ത് മേലധികാരികൾ നമുക്ക് അനുകൂലമല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവരെ അനുകൂലത്തിലാക്കാം. 23ാമത്തെ ശ്ലോകമാണ് നമ്മൾ പാരായണം ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഋണമോചനം എന്ന് പറയുമ്പോൾ കടം മാറുമ്പോൾ അവിടെ എന്ത് വരും? സമ്പത്ത് വരും. കിട്ടുന്നത് മുഴുവൻ കടക്കാർക്ക് പലിശ കൊടുക്കുന്നതുകൊണ്ടാണ് നമ്മുടെ കയ്യിൽ പൈസ ഇല്ലാത്തത്. അപ്പൊ നമ്മുടെ കയ്യിൽ ഋണമോചനം ആയിക്കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ എന്തായി? സമ്പത്തുണ്ട്. അപ്പൊ അവിടെ പണം ബാക്കിയായി. അപ്പൊ അങ്ങനെ വരുമ്പോ 23ാമത്തെ ശ്ലോകം 36 തവണയോ 108 തവണയോ നിങ്ങൾക്ക് പാരായണം ചെയ്യാം. ഏറ്റവും കൂടുതൽ എത്ര തവണ വേണമെങ്കിലും നമുക്ക് പാരായണം ചെയ്യാം. 31ാമത്തെ ശ്ലോകം നമ്മൾ പാരായണം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വിദ്യാലാഭം, കുട്ടികളെ വിദ്യയിലൊക്കെ ലാഭം ഉണ്ടാവാം, തൊഴിലിൽ ഉയർച്ച ഉണ്ടാവാം. 33ാമത്തെ ശ്ലോകമാണെങ്കിൽ വമ്പിച്ച ധനസമ്പാദനം ഉണ്ടാവാം. ഇപ്പൊ ബിസിനസ്സുകാരൊക്കെ 33ാമത്തെ ശ്ലോകം ജപിക്കുകയും അത് യന്ത്രമായിട്ട് ധരിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് എന്താണ് നിരന്തരമായിട്ട് ചെയ്യുന്നത് കൊണ്ട് നല്ല ധനവർദ്ധനവ് ഉണ്ടാവാം. 46ാമത്തെ ശ്ലോകത്തിലൂടെ ഭാര്യാഭർത്താക്കന്മാരെ എന്നും തമ്മിത്തല്ലും വഴക്കുമൊക്കെയാണ് എങ്കിൽ അവർക്ക് ആ തമ്മിത്തല്ലിനൊക്കെ ഒരു പരിസമാപ്തി ഉണ്ടാവും. ഈ 46ാമത്തെ ശ്ലോകം ഒരു 108 തവണ എല്ലാ ദിവസവും നിങ്ങൾ രാവിലെയും വൈകുന്നേരവും ഭാര്യയോ അല്ലെങ്കിൽ ഭർത്താവോ ആരെങ്കിലും ഒരാൾ പാരായണം ചെയ്യുകയാണെങ്കിൽ, രണ്ടുപേരും കൂടെ ചെയ്യുകയാണെങ്കിൽ പിന്നെ ഒരിക്കലും അവിടെ ഒരു വിഷയങ്ങൾ ഉണ്ടാവുന്നതല്ല. ഭയഭക്തിയോട് വേണ്ടി വേണം ചെയ്യാൻ. പറ്റുമെങ്കിൽ ഒരു ഗുരുവിൽ നിന്നൊരു ദീക്ഷയായിട്ട് പൂജാതി കർമ്മങ്ങളൊക്കെ ചെയ്ത് അത് വാങ്ങിക്കാൻ നോക്കാം. 48ാമത്തെ ശ്ലോകമാണ് നിങ്ങൾ നിത്യവും പാരായണം ചെയ്യുന്നതെങ്കിൽ ഗ്രഹ ദോഷ പരിഹാരങ്ങൾ ഉണ്ടാവും. ഏതെങ്കിലും ഗ്രഹങ്ങളുടെ ദോഷങ്ങളൊക്കെ നിങ്ങളെ ബാധിക്കുന്നുണ്ടെങ്കിൽ അതിനൊരു ആശ്വാസം കിട്ടും, ഐശ്വര്യം ഉണ്ടാവാം. 65ാമത്തെ ശ്ലോകമാണ് ദിവസവും പാരായണം ചെയ്യുന്നതെങ്കിൽ ഉന്നത വിജയം, വിദ്യാഭ്യാസത്തിൽ ഉന്നത വിജയം, ബുദ്ധിശക്തി, വൈഭവം, കാര്യം സാധ്യം ഇതെല്ലാം നേടാം. സൗന്ദര്യലഹരിയില് ഓരോ ശ്ലോകങ്ങളുടെ ജപവും അവയെ ഉപയോഗിച്ചാലുള്ള കാര്യസിദ്ധിയും പൂജായന്ത്രം ഇവയൊക്കെ
വളരെ ബലദാന ശേഷിയുള്ളതാണ്. അപ്പോൾ നല്ലൊരു ഗുരുവിൽ നിന്നോ ഏതെങ്കിലും ഒരു പുരോഹിതനിൽ നിന്നോ നമുക്ക് അത് ദീക്ഷയായിട്ട് ആ ശ്ലോകം, ഏത് ശ്ലോകമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്ന് വിചാരിച്ചാൽ, ഇനി അല്ല നിങ്ങൾക്ക് എല്ലാം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ 100 ശ്ലോകങ്ങളും നിങ്ങൾ എല്ലാ ദിവസവും സൗന്ദര്യലഹരി എല്ലാ ദിവസവും പാരായണം ചെയ്തോളൂ. അപ്പൊ പിന്നെ ഒരു കാര്യമല്ല, എല്ലാ കാര്യവും നിങ്ങൾക്ക് കിട്ടിക്കൊള്ളും. അങ്ങനെ ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ നല്ലതാണ്. അപ്പോൾ കുറച്ച് സമയം എടുക്കണമെന്ന് മാത്രം. 100 ശ്ലോകങ്ങൾ പാരായണം ചെയ്യാൻ നമുക്ക് കുറച്ച് സമയം വേണം, ക്ഷമ വേണം, വളരെയേറെ ശ്രദ്ധയോടെ വേണം അത് ചെയ്യാനും.